അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് പരീക്ഷ 2024 ഒക്ടോബർ 30 നടക്കാനിരിക്കുകയാണ്. ഇനിയും പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്ക് സമൃദ്ധിയുടെ പ്രതീകമായ ഈ ചിങ്ങമാസത്തിൽ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താലോ? അതിനായി ടെക് PSC ഒരുക്കുന്നു അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ. ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് മുൻവർഷങ്ങളിലെ വിജയികളെ സമ്മാനിച്ചിട്ടുള്ള കേരളത്തിലെ തന്നെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ. ഫുൾ സിലബസ് ബേസ്ഡ് ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും. ഫുൾ സിലബസ് ബേസ്ഡ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്. 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. 20ഓളം ഫീഡ്ബാക്കോട് കൂടിയ PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ, ലൈവ് ഇന്ററാക്ഷൻസ്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് മറ്റൊരു സന്തോഷ വാർത്തയും കൂടി. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ ടെക് PSCയുടെ ഓഫർ പ്രൈസിലൂടെ ടെക് PSC സബ്സ്ക്രൈബേഴ്സിന് ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാം വെറും 2999 രൂപയ്ക്ക്. ഓക്കെ, അപ്പോൾ എന്താണ് ആക്ച്വലി ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ കുറിച്ചായിരുന്നു അല്ലെ. അപ്പൊ അതിൽ ആ വേർഡിങ്സിൽ തന്നെ ഉണ്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അതേസമയം ഇവിടെ വന്നു കഴിയുമ്പോൾ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആണ്. അപ്പൊ എന്താണ് ആക്ച്വലി ഓപ്പറേഷൻസ് മാനേജ്മെന്റ്? It is nothing but is the administration of business practices and processes to maximize efficiency and profit while meeting customer needs. See, ഒരു കസ്റ്റമറിന്റെ എന്താ പറയാ, അവന്റെ ആവശ്യങ്ങളെല്ലാം നമ്മൾ നിറവേറ്റിക്കൊണ്ട് നമ്മൾ നമ്മുടെ എഫിഷ്യൻസി, കമ്പനിയുടെ എഫിഷ്യൻസി കൂട്ടി അതിന്റെ പ്രോഫിറ്റ് കൂട്ടുന്നതിനാണ് നമ്മൾ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്ന് പറയാം. അപ്പോൾ ഈ ആക്ച്വലി കസ്റ്റമേഴ്സിന് ഇപ്പം നമുക്ക് പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിന് ഇപ്പം നമുക്ക് വില വേണമെങ്കിൽ കൂട്ടി വിൽക്കാം. അപ്പൊ കൂട്ടി വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കസ്റ്റമേഴ്സ് അത് സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. സോ ഇവനെ സാറ്റിസ്ഫൈ ചെയ്യുകയും വേണം, അതോടൊപ്പം തന്നെ കമ്പനിയെ ഒരു പ്രോഫിറ്റ് എന്നുള്ള നിലയിൽ കൊണ്ടുപോകുകയും വേണം. സോ അവിടെയാണ് നമ്മൾ ഓപ്പറേഷൻസ് മാനേജ്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള റോൾ ഇരിക്കുന്നത്. നമ്മൾ എങ്ങനെയൊക്കെയാണ് അത് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ മൊഡ്യൂൾ നമ്പർ 5 നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ നോക്കിയത് ഹ്യൂമൻ HRM ആയിരുന്നു അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആയിരുന്നു. അപ്പം അതെങ്ങനെയാണ് നമ്മുടെ ജോലിക്കാർ നമ്മൾ മാനേജ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ പക്ഷെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച്, മെയിൻ ആയിട്ട് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ചെയ്യാം, എങ്ങനെയൊക്കെ പ്രോഫിറ്റ് കൂട്ടാൻ പറ്റും, അതിനെ കുറിച്ചാണ് നമ്മൾ ഈ മൊഡ്യൂൾ നമ്പർ 5 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. So it involves managing the production system. അപ്പോൾ പ്രൊഡക്ഷൻ സിസ്റ്റത്തിനെ മാനേജ് ചെയ്യണം. ദാറ്റ് കൺവേർട്സ് ഇൻപുട്ട്. ഈ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ റോ മെറ്റീരിയൽസ് ആയിരിക്കും ഇൻടു ഔട്ട്പുട്ട് അല്ലെ. ദാറ്റ് മെറ്റീരിയൽസ് ആൻഡ് ലേബർ ഇൻടു ഗുഡ്സ്. സോ മെറ്റീരിയൽസിനെ എന്താ നമ്മൾ ഗുഡ്സ് ആക്കി മാറ്റുകയാണ്. റോ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ ഇൻപുട്ട് ആയിട്ട് വരും, അതിനെ നമ്മൾ ഔട്ട്പുട്ട് ആക്കി മാറ്റുന്നു. അതോടൊപ്പം തന്നെ ലേബറിന് എന്താ സർവീസസ് അല്ലെ, പണി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവരുടെ സർവീസ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതിനെ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വേയിൽ നമ്മൾ എടുക്കുന്നു. അതായത് എന്താ പറയാ, വർക്ക് ചെയ്യുന്ന ആളുടെ മാക്സിമം എഫിഷ്യൻസി. സോ ആ ഒരു ലേബറിന്റെ സർവീസുകളും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തും. Now on focuses, അതായത് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഫോക്കസ് ഓൺ ഹൗ ബിസിനസ് can use resources efficiently to ensure they are running effectively day to day. സോ അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. നമ്മൾ ആദ്യം ഒരു തവണ എന്താ പറയാ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് യൂസ് ചെയ്ത് എല്ലാം റൺ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് പൂട്ടാൻ പറ്റില്ല. നമ്മൾ തുടങ്ങി അവസാനം വരെ എല്ലാ ദിവസവും നമ്മളത് ചെക്ക് ചെയ്ത് എല്ലാം കൃത്യമാണോ അല്ലേ എന്ന് നോക്കും. സോ അതിനെയാണ് നമ്മൾ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്ന് പറയാം. ഇനി എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ്? പ്ലാനിങ്. നമ്മൾ എപ്പോഴും പറയുന്നതാണ്, എല്ലാത്തിലും ആദ്യം പറയുന്ന ഒരു കാര്യം പ്ലാനിങ് ആണ്. ഡിസൈനിങ് ഡെലിവറി റൂട്ട്സ് ആൻഡ് ഷെഡ്യൂളിംഗ് ഡെലിവറീസ്. ഇവിടെ നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു എന്താ പറയാ അതിന്റെ ഡെലിവറി റൂട്ട്, ഇപ്പൊ ഈ പറഞ്ഞ പോലെ റോ മെറ്റീരിയൽസ്, ആദ്യം റോ മെറ്റീരിയൽസ് വന്നു, അവൻ ഏത് വഴി പോയി ഏത് മെഷീനിൽ പോകണം. അപ്പോൾ സോ അതുപോലത്തെ ഡെലിവറി റൂട്ട്സ്, ഷെഡ്യൂളിംഗ് ഡെലിവറീസ്. സോ അത് എങ്ങനെയൊക്കെയാണ് അതിന്റെ മൂവ്മെന്റ്, അത് ഏതൊക്കെ സമയത്ത് നടക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പ്ലാൻ ചെയ്തു. ദെൻ അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റിംഗ്, ഹൗസിംഗ് മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് പ്രൊവൈഡിംഗ് ഗുഡ്സ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ഡിസൈനിങ്ങിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, പ്രൊഡക്ഷന് വേറൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അപ്പൊ ആ പല ഡിപ്പാർട്ട്മെന്റുകളെ ഏകീകരിച്ചുകൊണ്ട് ഒരു ഗോളിലോട്ട് എത്തിക്കുക എന്നുള്ളൊരു കാര്യം. ദെൻ കോർഡിനേറ്റിംഗ്. സോ കോർഡിനേറ്റിംഗ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുക. ഓവർസീയിങ് ദ പ്രോജക്ട് ഫ്രം ദ കൺസെപ്ഷൻ ടു കംപ്ലീഷൻ. സോ ആദ്യം തുടങ്ങി അവസാനം വരെ കോർഡിനേറ്റ് ചെയ്യുക. സോ അതും ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള റോളാണ്. Then executing, monitoring and controlling processes to ensure efficiency.
സോ എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു ടേം ആണ് നമ്മൾ മെയിൻ ആയിട്ട് എടുക്കുന്നത്. എങ്ങനെയായാലും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് തന്നെയായിരിക്കാം. പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് കൺട്രോൾ ചെയ്ത് ആ പ്രോസസ്സുകളെ കൺട്രോൾ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക. ദെൻ കൃത്യമായിട്ടൊരു ബാലൻസ് വേണം. ബാലൻസിങ് റവന്യൂ ആൻഡ് കോസ്റ്റ്. റവന്യൂ എന്ന് പറയുന്ന എന്താ പറയാ നമ്മുടെ കയ്യിലോട്ട് വരുന്ന സാധനം നമ്മൾ മുമ്പ് പഠിച്ചായിരുന്നു അല്ലെ, കയ്യിലോട്ട് വരുന്നതിനൊക്കെ നമ്മൾ റവന്യൂ എന്ന് പറയുന്നത്. കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ചെലവായി പോകുന്ന കാര്യം. സോ ഇതിന് കൃത്യമായിട്ട് ബാലൻസ് ചെയ്യണം ടു അച്ചീവ് ദ ഹയസ്റ്റ് പോസിബിൾ നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. സോ ഈ പറഞ്ഞ റവന്യൂ എന്ന് പറയുന്ന കയ്യിൽ നിന്ന് ഇറങ്ങി പോകുന്ന നമുക്ക് കിട്ടുന്ന സംഭവം, കോസ്റ്റ് എന്ന് പറയുന്ന കയ്യിൽ നിന്ന് ഇറങ്ങി പോകുന്നു. ഈ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ലോസിലോട്ടായിരിക്കും പോകും. സോ റവന്യൂ നമുക്ക് കിട്ടുന്നത് അപ്പൊ നമ്മൾ മാക്സിമം റവന്യൂ കൂട്ടിയെടുക്കാൻ നോക്കാം. സോ അതാണ് കൃത്യമായിട്ടൊരു ബാലൻസിങ്ങും കാര്യങ്ങളൊക്കെ വേണം. സോ ഇതൊക്കെയാണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. സോ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന 5 P's ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്ന് പറയും. അപ്പൊ എന്തൊക്കെയാണ് ആ 5 P's എന്ന് നോക്കാം. നമ്മൾ മുമ്പ് ഒരു 3 M's ഇൻ മാനുഫാക്ചറിങ് പഠിച്ചായിരുന്നു. മാൻ, മെഷീൻ ആൻഡ് മെറ്റീരിയൽസ്. നമ്മൾ പഴയ സിലബസ് വെച്ച് പഠിപ്പിച്ചപ്പോൾ നമ്മൾ 3 M's ഇൻ മാനുഫാക്ചറിങ് ഒക്കെ നമ്മൾ കണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓപ്പറേഷൻസ് മാനേജ്മെന്റിൽ 5 P's ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഉണ്ട്. അതിൽ ആദ്യത്താണ് പ്രൊഡക്റ്റ്. സോ പ്രൊഡക്റ്റിലാണ് എല്ലാം ഇരിക്കുന്നത് അല്ലെ. നമ്മള് എന്താ പറയുക, നമ്മൾ അൾട്ടിമേറ്റ് ചെയ്യുന്ന പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാണ്. സോ ഡീൽസ് വിത്ത് പ്രോഡക്റ്റ്, സർവീസ്, ഡിസൈൻ, ക്വാളിറ്റി ആൻഡ് അതർ റിലേറ്റഡ് ആസ്പെക്ട്സ്. സോ ഒരു പ്രോഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പറഞ്ഞ പോലെ അതിന്റെ സർവീസ്, അതിന്റെ ഡിസൈൻ, പിന്നെ ഈ പറഞ്ഞ പോലെ അതിന്റെ ക്വാളിറ്റി, പിന്നെ അത് റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും അതിൽ വരുന്നതാണ് പ്രോഡക്റ്റ്. അപ്പൊ അതിൽ ഓപ്പറേഷൻ മാനേജ്മെന്റിൽ ആദ്യത്തെ പി എന്ന് പറഞ്ഞ പ്രോഡക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. സെക്കൻഡ് പറഞ്ഞ പ്രോസസ്സസ് ആണ്. ഒരു റോ മെറ്റീരിയൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പല പല പ്രോസസ്സുകളിലൂടെ കയറി ഇറങ്ങിയായിരിക്കും അത് പോകുന്നു. കവേഴ്സ് പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻ പ്രോസസ്. സോ ഇവിടെ ഈ മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെന്റ് വരുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അല്ലേ. പ്രൊഡക്ഷന്റെ സമയത്ത് അതാണ് പ്രോസസ്. പല പല പ്രോസസ്സുകളിലും കൂടി കടന്നു പോയിട്ടാണ് അവസാനം അത് ഫൈനൽ പ്രോഡക്റ്റ് ആയി മാറുന്നത്. സോ വർക്ക് ഡയഗ്രാം, വർക്ക് മെഷർമെന്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ പ്രോസസ്സസ്. സോ ഓരോ സ്റ്റെപ്പിലും ഓരോ പ്രോസസ്സുകൾ കഴിയുമ്പോഴും അതിന്റെ ക്വാളിറ്റി കൺട്രോളും ചെക്കും ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും അത് പോകുന്നത്. തേർഡ് പി എന്ന് പറയുന്നത് പ്ലാന്റ് ആണ്. സോ നമ്മുടെ ഒരു ഉണ്ടാവില്ല, ഇറ്റ് ഇൻക്ലൂഡ്സ് ഫെസിലിറ്റി ലൊക്കേഷൻ, ഫെസിലിറ്റി ലേ ഔട്ട്, ഫെസിലിറ്റി കപ്പാസിറ്റി. സോ ഈ പറഞ്ഞ പോലെ പ്ലാന്റ് നമുക്ക് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഫാക്ടറി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്ലാന്റ് തുടങ്ങുമ്പോൾ അതിന് എത്രയാണ് അതിന്റെ കപ്പാസിറ്റി, നമുക്ക് ഈ പറഞ്ഞ ബേസ്ഡ് ഓൺ ഡിമാൻഡ് ഒരുപാടുണ്ടെങ്കിൽ അതിന് നല്ല കപ്പാസിറ്റി ആയിരിക്കണം അത്. ദെൻ അത് പറഞ്ഞ അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്. സോ അർബൻ ഏരിയാസിൽ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ റൂറൽ ഏരിയാസിൽ ലൊക്കേറ്റ് ചെയ്യാം. ഇപ്പൊ മെയിൻ ആയിട്ട് ചില ഇപ്പൊ ഫാക്ടറീസ് ഒക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരുപാട് പൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ നമുക്കൊരു അർബൻ ഏരിയയിൽ അല്ലെങ്കിൽ ഒരു സിറ്റി ഏരിയയിൽ അതിനെ കൊണ്ട് വെക്കാൻ പറ്റില്ല. അതിന് എന്തായാലും ശരി റൂറൽ ആയിട്ടുള്ള ഏതെങ്കിലും ആൾക്കാരുടെ താമസമൊക്കെ വളരെ കുറഞ്ഞ സ്ഥലങ്ങളിലേക്ക് കൊണ്ട് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ലൊക്കേഷന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വാട്ടറിന്റെ അവൈലബിലിറ്റി, പിന്നെ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വേസ്റ്റ് ഡിസ്പോസൽ. സോ അതൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്ലാന്റിനെ എവിടെ കൊണ്ടുവരണം എന്ന് പറയാൻ പറ്റും. സോ ഓപ്പറേഷൻസ് മാനേജ്മെന്റിലെ മൂന്നാമത്തെ പി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. Then fourth one is programs. എന്തൊക്കെ പ്രോഗ്രാം? എക്സ്പോസ് ഷെഡ്യൂളിംഗ് ആൻഡ് കൺട്രോൾ ആസ്പെക്ട്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻസ്. സോ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പ്രൊഡക്ഷനും ഓപ്പറേഷൻസും ഒക്കെ വരും അതിൻ്റെ അകത്ത്. എക്സ്പോസ് ഷെഡ്യൂളിംഗ് ആൻഡ് കൺട്രോൾ. അപ്പൊ ഇതിനെ രണ്ടിനെയും പ്രൊഡക്ഷനെയും ഈ പറഞ്ഞ പ്രൊഡക്ഷനെയും പ്രോസസ്സിനെയും കറക്റ്റ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്ത് കൺട്രോൾ ചെയ്യുന്നതിനാണ് പ്രോഗ്രാംസ് നമ്മൾ പറയാം. ദെൻ 5 പേഴ്സണൽ ആണ്. നമ്മൾ ഓൾറെഡി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ കാര്യം. ഡിസ്കസ് ദ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആസ്പെക്ട് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻസ്. സോ HRM കുറിച്ച് പറയുന്നതാണ് ഈ അഞ്ചാമത്തെ പി എന്ന് പറയുന്നത് പേഴ്സണൽ എന്ന് പറയുന്നത്. സോ ജസ്റ്റ് അതൊന്ന് നോക്കി വെക്കുക. നമ്മൾ MBA ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു പോയിന്റ് ആണ്. ഓക്കെ, 5 P's ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ്: പ്രോഡക്റ്റ്, പ്രോസസ്, പ്ലാൻ, പ്രോഗ്രാംസ് ആൻഡ് പേഴ്സണൽ. ഫങ്ഷൻസ് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്തൊക്കെയാണ്? ഓപ്പറേഷൻസ് മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞപ്പോൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ ഓൾറെഡി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്കതൊന്ന് നോക്കാം എന്താണ് അവരുടെ എന്താ പറയുക ഫങ്ഷൻസ് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ്. സോ പ്രോഡക്ട്സ് ഓൺ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. എന്താണ് പ്രോഡക്ട്സ് ഓൺ പ്ലാനിങ് അല്ലെങ്കിൽ PPC എന്ന് പറയും. പ്രോഡക്ട്സ് ഓൺ പ്ലാനിങ് ആൻഡ് കൺട്രോൾ, PPC. ഓക്കെ, അപ്പൊ എന്താണ് PPC എന്ന് നോക്കാം. സോ വൺസ് ദി ഓർഡർ ആർ ബുക്ക്ഡ് ഫ്രം ദ കസ്റ്റമേഴ്സ്, marketing or sales department will send these to the PPC department, real products on planning and control department. The production manager has to plan for actual production of these orders in keeping with the customer specification and maintain correct delivery. So ഇവിടെ എന്താണ് ആക്ച്വലി പറയുന്നത്, നമുക്ക് ഈ ചില പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ കസ്റ്റമർ ഡിമാൻഡ് ആയിരിക്കും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പൊ വെഹിക്കിൾസിന്റെ കാര്യമാണെങ്കിൽ ശരി, ഇപ്പൊ നമ്മൾ പോയി ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ബുക്ക് ചെയ്ത് കഴിഞ്ഞ് ഇത് ചില വെഹിക്കിൾസ് ആണ് കേട്ടോ, എല്ലാ വെഹിക്കിൾസും അല്ല.
ചില വെഹിക്കിൾസ് നമ്മൾ പോയി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ സ്റ്റോക്ക് ഉണ്ടാവും, യാർഡിൽ വണ്ടി ഉണ്ടെന്ന് പറയും, അവർ എടുത്തു തരും. അതേസമയം ചില കോസ്റ്റ്ലി ആയിട്ടുള്ള വെഹിക്കിളൊക്കെ ആണെങ്കിൽ റോൾസ് റോയ്സ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ബേസ്ഡ് ഓൺ നമ്മുടെ ഡിമാൻഡാണ് അവർ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ വേറെ പല റോൾസ് റോയ്സ് മാത്രമല്ല വേറെ പല ഈ പറഞ്ഞ പോലെ പ്രോഡക്ട്സും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിനെയൊക്കെ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. അത് കൂടാതെ തന്നെ നമ്മൾ മുമ്പ് സിലബസ് വെച്ച് പഠിച്ച ഫോർകാസ്റ്റിംഗ് പഠിച്ചാണ്. അപ്പൊ ഫോർകാസ്റ്റ് ചെയ്ത് നോക്കും ഇന്ന സമയങ്ങളിൽ ഇന്ന സാധനങ്ങൾ ഇത്രയും ഡിമാൻഡ് വരും എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവും. സോ അത് വെച്ചും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ബേസ്ഡ് ഓൺ ദ കസ്റ്റമർ, ഈ കസ്റ്റമേഴ്സിനെ നോക്കിക്കൊണ്ട് മാർക്കറ്റിംഗ് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് വിൽ സെൻഡ് ദിസ് ടു ദ PPC. അതായത് എത്ര ഓർഡർ ആണ് കിട്ടുന്നത് അല്ലെങ്കിൽ എത്ര ഓർഡർ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു കാൽക്കുലേഷൻ വെച്ചിട്ട് നമ്മൾ ഈ പ്രൊഡക്ഷൻ പ്ലാനിംഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിൽ പ്രൊഡക്ഷൻ മാനേജർ ഒരു ലിസ്റ്റ് കൊടുക്കും, എനിക്ക് ഇത്രയും പ്രോഡക്ട്സ് വേണം. സോ അവർക്കൊരു ഐഡിയ ഉണ്ടാവും എത്ര നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം, നമുക്ക് ഇത്ര ഡിമാൻഡ് വരും എന്നുള്ള കാര്യം. സോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രൊഡക്ഷൻ പ്രോഡക്ട്സ് ഓൺ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ എന്ന് പറയും. രണ്ടാമത്തത് പ്രൊഡക്ഷൻ. സോ നമുക്ക് ഓർഡർ കിട്ടിക്കഴിഞ്ഞു. ഇനി അനദർ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഈസ് ടു എൻഷുർ ഡിസൈൻ ഈസ് ഐഡിയൽ കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ടു പ്രോഡക്ട്സ്. സോ ഈ റോ മെറ്റീരിയൽസിനെ കൃത്യമായിട്ട് പ്രോഡക്ട്സിലോട്ട് മാറ്റുന്ന ഒരു പണിയാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താണ്, ഒരിക്കലും നമുക്ക് വേസ്റ്റേജ് കൂടാൻ പാടില്ല അല്ലെ. അപ്പോ ടു എൻഷുർ ഡിസൈൻ ഈസ് ഐഡിയൽ കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ടു പ്രോഡക്ട്സ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ റോ മെറ്റീരിയൽസ് ഒക്കെ ഒരുപാട് വേസ്റ്റേജ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് ചിലപ്പോൾ നല്ല പക്കാ പ്രോഡക്റ്റ് ആയിരിക്കും, നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് ആയിരിക്കും, പക്ഷെ റോ മെറ്റീരിയൽസിന്റെ ഒരു വേസ്റ്റേജ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്പനി നഷ്ടത്തിലോട്ട് പോവാം. സോ അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള വേറൊരു കാര്യം. മൂന്നാമത്തത് ഇൻസ്പെക്ഷൻ. അപ്പൊ ഇൻസ്പെക്ഷന്റെ കാര്യം എനിക്ക് തോന്നുന്നു നമ്മൾ മുമ്പ് പറഞ്ഞതാ, ഇൻസ്പെക്ഷനെ കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് സംസാരിച്ചതാണ്. അപ്പൊ ഇൻസ്പെക്ഷൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഫൈനലായിട്ട് ഒരു ഇൻസ്പെക്ഷൻ ഉണ്ടാവും, അത് കൂടാതെ തന്നെ ഓരോ പ്രോസസ്സ് കഴിയുമ്പോഴും ഒരു ഇൻസ്പെക്ഷൻ ഉണ്ടാവും. So a final inspection for quality control is essential after the production process, receiving as well as in-process inspection. നമ്മൾ ഓൾറെഡി പഠിച്ചതാണല്ലേ, ഇൻ പ്രോസസ് ഇൻസ്പെക്ഷനും ഉണ്ട്, ഏറ്റവും അവസാനം ചെയ്യുന്ന ഫൈനൽ ഇൻസ്പെക്ഷനും ഉണ്ട്. അപ്പൊ ഇൻ പ്രോസസ് ഇൻസ്പെക്ഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഓരോ പ്രോസസ്സ് കഴിയുമ്പോഴും നമ്മൾ അതിനെ ചെക്ക് ചെയ്ത് നോക്കും. സോ അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ടേഴ്സ് ഉണ്ടാവും, അവർ വരും കൃത്യമായിട്ട് അതിനെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കും. സോ എങ്കിലേ നമുക്ക് ക്വാളിറ്റി കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് നാലാമത്തെ ഒരു കാര്യമാണ് എഞ്ചിനീയറിംഗ് അല്ലെ. അപ്പോൾ R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഗ്രേറ്റ്ലി ഹെൽപ്സ് ദ പ്രൊഡക്ഷൻ പ്രോസസ് ബൈ പ്രൊവൈഡിങ് ഇന്നോവേഷൻ ഇൻ പ്രോഡക്റ്റ് ഡിസൈൻ ആൻഡ് ബൈ ഡിസൈനിങ് ടൂൾസ്, ജിഗ്സ് ആൻഡ് ഫിക്സ്ചേഴ്സ്. അപ്പോൾ ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പോൾ നമ്മളൊരു എന്താ പറയാ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ മെഷീൻസ്, വളരെ സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മെഷീൻസും മറ്റുമൊക്കെ ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന് ഹെൽപ്പ് ചെയ്തുകൊണ്ട് അവരുടെ ഹെൽപ്പ് കൊണ്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ജിഗ്സ് ആൻഡ് ഫിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ, ജിഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, മെക്കാനിക്കൽ ആർക്ക് അറിയാൻ പറ്റും. ജിഗ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു ടൂളാണ് ആക്ച്വലി ദാറ്റ് ഹോൾഡ്സ് എ കട്ടിംഗ് ടൂൾ ഇൻ പ്ലേസ്. അല്ലെങ്കിൽ നമുക്ക് പറയാം അതിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടി, കട്ടിംഗ് ടൂളിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ജിഗ് എന്ന് പറയുന്നത്. പിന്നെ ഫിക്സ്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ നമ്മൾ ആ വർക്ക് ചെയ്യുന്ന മെറ്റീരിയൽ അതിനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവം അല്ലെ. ഒരു വർക്ക് പീസിനെ സ്റ്റഡി ആയിട്ട് ഒരിടത്ത് ഫിക്സ് ചെയ്ത് പൊസിഷൻ ചെയ്ത് വെക്കണം. സോ അതാണ് ഫിക്സ്ചർ എന്ന് പറയാം. ജിഗ് എന്ന് പറയുന്നത് ഈ കട്ടിംഗ് ടൂൾ ഉണ്ടാവും, ആ ടൂളിനെ നന്നായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കാനും അതിനെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാധനമാണ് ജിഗ്. സോ അതൊക്കെ കൃത്യമായിട്ട് ഡിസൈൻ ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ജിഗ്സ് ആൻഡ് ഫിക്സ്ചേഴ്സും ഈ പറഞ്ഞ പോലെ ടൂൾസും ഒക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം നമ്മുടെ ക്വാളിറ്റി, ഒരുവിധം അല്ല നല്ലൊരു രീതിയിൽ നമ്മുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. സോ അതാണ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. ദെൻ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. സോ ഓപ്പറേഷൻസ് മാനേജ്മെന്റിൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൽ എന്താണ് റോൾ? ഫംഗ്ഷൻ ഈസ് ടു monitor the optimal use of resources, both human and material, by conducting periodic work studies, by conducting work measurement techniques. So നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ വർക്ക് മെഷർമെന്റിനെ കുറിച്ച് പഠിച്ചായിരുന്നു അല്ലെ. സോ അതിനെ കൃത്യമായിട്ട് മെഷർ ചെയ്ത് നോക്കിക്കൊണ്ട് ആണ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് അതാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയാ ഒരു ഒപ്റ്റിമൽ യൂസ് ഓഫ് റിസോഴ്സസ് അല്ലെ. നമുക്ക് കൂടുതൽ വളരെ കൂടാനും പാടില്ല. ഇപ്പൊ റിസോഴ്സസ്, നമുക്കുള്ള റിസോഴ്സസ് എല്ലാം നമ്മൾ ലാവിഷായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതോടെ വേസ്റ്റേജ് ഒരുപാടുണ്ടാവും. സോ അത് കൃത്യമായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ടെക്നിക്സ് നമ്മൾ ഓൾറെഡി കണ്ട വർക്ക് മെഷർമെന്റ് ടെക്നിക്സും മറ്റുമൊക്കെ ഉണ്ട്. ദെൻ ഈ പറഞ്ഞ പോലെ ആറാമത്തത് മെയിൻ്റനൻസ്. അപ്പോൾ എല്ലാം എന്താ പറയാ റൺ ചെയ്ത് പോട്ടെ അതുപോലെ പൊയ്ക്കോട്ടെ എന്നല്ല, മെയിൻ്റനൻസ് എന്ന് പറഞ്ഞൊരു സാധനം കൂടിയാണ്. സോ അത് പീരിയോഡിക് മെയിൻ്റനൻസ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഇറ്റ്സ് എസെൻഷ്യൽ ടു മിനിമൈസ് ദ മെഷീൻ ഡൗൺ ടൈം ആൻഡ് സബ്സിക്വന്റ് ലോസ് ഓഫ് പ്രൊഡക്ഷൻ, emphasis on total productive maintenance or ongoing maintenance to prevent breakdown.
സോ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് വണ്ടികളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, കാർസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, കാർസോ ബൈക്സോ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പീരിയോഡിക് ആയിട്ട് നമുക്ക് ചിലപ്പോൾ ഇവരിങ്ങനെ പറയാറുണ്ട്, എന്താ ഇപ്പൊ ആദ്യത്തെ ഒരു യൂസ് കഴിഞ്ഞാൽ 6 months കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് സർവീസ്, അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്രയും കിലോമീറ്റർ ഓടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് സർവീസ്, അത് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് സർവീസ്. അപ്പൊ ഓരോ ടൈം കഴിയും തോറും ഇവരെ ചിലപ്പോൾ ഷോറൂമിൽ നമ്മൾ വിളിക്കും, നിങ്ങളെ വണ്ടി സർവീസ് ചെയ്യാൻ ടൈം ആയി എന്ന് പറയും. പക്ഷെ ചില ആൾക്കാരെന്താ ഇത് സർവീസ് ചെയ്യില്ല, കൃത്യസമയത്ത് അത് സർവീസ് ചെയ്യാതെ കൊണ്ടുനടന്ന് ഏറ്റവും അവസാനം എന്താ ബ്രേക്ക് ഡൗൺ അല്ല എന്തെങ്കിലും ഒരു ഇഷ്യൂ അതിലുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിയുന്നതിന് മുന്നേ തന്നെ പീരിയോഡിക് ആയിട്ട്, ചിലപ്പോൾ 6 മാസത്തിൽ ഒരിക്കലായിരിക്കും, ചിലപ്പോൾ ഒരു കൊല്ലത്തിൽ ഒരിക്കലായിരിക്കും, നമ്മുടെ മെഷീൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പീരിയോഡിക് ആയിട്ടുള്ള ഒരു മെയിൻ്റനൻസ്, അത് ഇത്ര റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ചെയ്യണം. ഇപ്പൊ വണ്ടികളുടെ കേസിൽ ഇത്ര കിലോമീറ്റർ അല്ലെങ്കിൽ ഇത്ര നാള് എന്നുള്ള കാര്യങ്ങളൊക്കെ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. സോ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഏഴാമത്തത് ഇന്റർ ഡിപ്പാർട്ട്മെന്റ് കോർഡിനേഷൻ. ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു അല്ലെ, ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ മാനേജർ ഉണ്ടാവും, പിന്നെ ഈ പറഞ്ഞ പോലെ ഡിസൈൻ ഒക്കെ ചെയ്യുന്ന വേറൊരാൾ ഉണ്ടാവും, ഡിസൈൻ. അപ്പൊ ആദ്യം ഡിസൈൻ ആണ്, പിന്നെ എല്ലാം പ്രൊഡക്ഷനിലോട്ട് പോവാം. അപ്പോ ഈ ഡിസൈൻ ചെയ്യുന്നയാൾ പ്രൊഡക്ഷൻ മാനേജറിനോട് സംസാരിക്കും, എടാ ഞാൻ ഇങ്ങനെ ഒരു സാധനം ഡിസൈൻ ചെയ്യാൻ പോകുന്നുണ്ട്, അപ്പൊ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ഒരു സംഭവം മേക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സംസാരിച്ച് അവർ തമ്മിലൊരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം വളരെ ഈസി ആക്കും. സോ പ്രൊഡക്ഷൻ മാനേജർ ഹാസ് ടു വർക്ക് ഇൻ ക്ലോസ് കോപ്പറേഷൻ വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ്. The production plan has to be decided with the sales department, HR department to provide manpower and training. Procurement of raw materials is done with the help of materials department. So ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു സാധനം ഡിസൈൻ ചെയ്യാൻ പോകുന്നുണ്ട്, പ്രൊഡക്ഷൻ മാനേജർ പറയാണ് എനിക്ക് ഇത്രയും പ്രോഡക്ട്സ് വേണം. സോ HR ഡിപ്പാർട്ട്മെന്റിനോട് കോൺടാക്ട് ചെയ്യാണ്, ഇത്രയും പ്രോഡക്ട്സ് ആണ് ഇതിന്റെ ഒരു ഡിമാൻഡാണ് വന്നിരിക്കുന്നത്, സോ ഇത്രയും പ്രോഡക്ട്സ് എനിക്ക് മാനുഫാക്ചർ ചെയ്യണം, അതിന് വേണ്ടിയുള്ള മാൻ പവർ എനിക്ക് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ സോ ഒരു എന്താ പറയുക, മ്യൂച്വൽ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സംസാരിച്ച് ഒരു ഇന്റർ ഡിപ്പെൻഡന്റ് ഡിപ്പാർട്ട്മെന്റ് കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. പിന്നെ നമുക്ക് പറയുന്ന സിലബസ് പറയുന്ന ഒരു കാര്യമാണ് കോസ്റ്റ് ആൻഡ് ക്വാളിറ്റി ഫോക്കസ് ഓൺ ഓപ്പറേഷൻസ് മാനേജ്മെന്റ്. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു വാക്കുന്ന നമുക്ക് കിട്ടുമല്ലേ, കോസ്റ്റ് ഫോക്കസ്. അപ്പൊ കോസ്റ്റ് ഫോക്കസിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് മാക്സിമം കോസ്റ്റ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റിക്ക് എന്ത് പറ്റും, ക്വാളിറ്റി തീരെ മോശമായി കഴിഞ്ഞാലും പ്രശ്നം. സോ കോസ്റ്റ് നമുക്ക് കമ്പനിക്ക് നഷ്ടം വരാത്ത രീതിയിൽ, ലാഭം ഉള്ള രീതിയിൽ വരുത്തിക്കുകയും വേണം. അതോടൊപ്പം തന്നെ ഈ ക്വാളിറ്റി എന്ന് പറയുന്നത് തീരെ കുറയാനും പാടില്ല. സോ അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് കൺട്രോൾ. സോ അത് മെയിൻ ആയിട്ട് നമ്മുടെ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് അത് ചെയ്യുന്നത്. എങ്ങനെയാണ്? ഇൻവോൾവ്സ് കണ്ടിന്യൂസ്ലി സീക്കിംഗ് വേസ് ടു റിഡ്യൂസ് ദ പ്രൊഡക്ഷൻ കോസ്റ്റ് വൈൽ മെയിൻറ്റെയിനിങ് ദ എഫിഷ്യൻസി. എഫിഷ്യൻസി കുറയ്ക്കാതെ നമ്മുടെ എന്താ പറയുക പ്രൊഡക്ഷൻ കോസ്റ്റിനെ കുറയ്ക്കാൻ നോക്കുക. പ്രൊഡക്ഷൻ കോസ്റ്റ് നമുക്ക് പല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. നമുക്ക് ഇൻവെന്ററിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇൻവെന്ററി പറഞ്ഞാൽ ഇൻവെന്ററി നമ്മൾ അൾട്ടിമേറ്റ് അല്ലല്ലേ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സോ അതിൽ നമുക്കൊരു കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. സോ ദിസ് കുഡ് ഇൻക്ലൂഡ് നെഗോഷിയേറ്റിംഗ് ബെറ്റർ റേറ്റ്സ് വിത്ത് ദ സപ്ലയേഴ്സ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ, അപ്പൊ അവിടെ കയ്യിൽ നിന്ന് വളരെ വില കൂടിയ റേറ്റിൽ റോ മെറ്റീരിയൽസ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു എന്താ പറയുക ഒരു നല്ലൊരു റേറ്റിൽ നമുക്ക് മാർക്കറ്റിൽ പ്രോഡക്റ്റ്സിന് എത്തിക്കാൻ പറ്റില്ല. സോ റെഡ്യൂസിങ് ദ വേസ്റ്റ്. ഇപ്പൊ വേസ്റ്റ് മാനേജ്മെന്റും അവിടെ ഒരു വലിയ ഫാക്ടറാണ്. ഈ പറഞ്ഞ റോ മെറ്റീരിയൽസിന് കൂടുതൽ വേസ്റ്റ് ഉണ്ടാവാൻ പാടില്ല. ഒപ്റ്റിമൈസിങ് ലേബർ കോസ്റ്റ്. ഇപ്പൊ ലേബേഴ്സിന് കൊടുക്കുന്ന ലാവിഷായിട്ട് നമ്മൾ പൈസ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് എന്താ പറയാ, നമുക്കത് പ്രോഡക്റ്റിൽ അത്രയും നമുക്ക് റിട്ടേൺ കിട്ടണം. റിട്ടേൺ കിട്ടിക്കഴിഞ്ഞാലേ ലാഭത്തിലോട്ട് പോകാൻ പറ്റും. ആൻഡ് ഇംപ്രൂവിങ് ദ പ്രോസസ് എഫിഷ്യൻസീസ്. സോ ചെയ്യുന്ന ഓരോ പ്രോസസ്സിനും അതിന്റെ എഫിഷ്യൻസീസ്, അപ്പൊ വർക്ക് സ്റ്റഡി ഒക്കെ നമുക്ക് നടത്താൻ പറ്റും. വർക്ക് സ്റ്റഡി ഒക്കെ നടത്തി കഴിഞ്ഞിട്ട് അതിന്റെ അൾട്ടിമേറ്റ് നമുക്ക് എന്താ പറയാ നല്ലൊരു റേറ്റിൽ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റും. ദെൻ രണ്ടാമത്താണ് എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയും. എന്താണ് എക്കണോമീസ് ഓഫ് സ്കെയിൽ? By increasing production volume, operations can spread fixed cost over more units, reducing the cost per unit. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് ഇപ്പോ ഞാൻ മുമ്പ് പറഞ്ഞൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഈ കൊക്കക്കോള അല്ലെങ്കിൽ പെപ്സി എന്നൊക്കെ പറയുന്ന ഒരു സാധനം അല്ലെ. അപ്പൊ അത് നമ്മൾ ഇപ്പൊ ഒരു ബോട്ടിൽ, ഒരു 500 ml ഒരു ബോട്ടിൽ നമ്മൾ സ്വയം മാനുഫാക്ചർ ചെയ്യണമെന്ന് വെച്ചു. നമ്മൾ ഒരു 500 ml അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയാ ഒരു 5 ലിറ്റർ കൊക്കക്കോള ഞാൻ മാനുഫാക്ചർ ചെയ്യാൻ പോകും. അപ്പൊ എനിക്ക് അതിൽ വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോ എന്താ പറയാ മാനുഫാക്ചർ ചെയ്ത് എല്ലാം വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ എന്റെ മെഷീനറിയുടെ കാര്യം ഞാൻ കൂട്ടുന്നില്ല കേട്ടോ. അല്ലാതെ തന്നെ ഞാൻ അതിന്റെ റോ മെറ്റീരിയൽസ് മാത്രം വെച്ചിട്ട്, മെഷീനറി ഓൾറെഡി എന്റെ കയ്യിൽ സെറ്റാണ്. അപ്പൊ ഞാനൊരു 5 ലിറ്റേഴ്സ് ഉണ്ടാക്കാൻ പോകും. ആ 5 ലിറ്റേഴ്സ് ഉണ്ടാക്കാൻ പോകുമ്പോൾ ഉള്ള ചെലവല്ല ആക്ച്വലി ഒരു 500 ലിറ്റർ ഉണ്ടാക്കുമ്പോൾ.
കാരണം അതിന്റെ അകത്ത് ഒരുപാട് കോസ്റ്റ് കട്ടിങ് വരും, കോസ്റ്റ് കട്ടിങ് കാര്യങ്ങളും വരും. സോ ഹോൾസെയിൽ അല്ലെങ്കിൽ ഒരു ഹോൾ നമ്പേഴ്സ് ആയിട്ട് നമ്മൾ മാനുഫാക്ചർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കോസ്റ്റ് കട്ടിങ് അതിന്റെ അകത്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇപ്പൊ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ ഇപ്പൊ കൊക്കോള അല്ലെങ്കിൽ പെപ്സി ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്നത് ആക്ച്വലി നമ്മൾ എന്താ പറയാ ഒരു 250 ഒരു 250 ml കുപ്പി നമ്മൾ വാങ്ങുന്നതിന് നമ്മൾ ചിലപ്പോൾ ഒരു 30 rupees 50 rupees കൊടുക്കുമായിരിക്കും. ആക്ച്വലി അതിന്റെ അതിന്റെ ഉള്ളിൽ കണ്ടന്റ് ആയിട്ടുള്ള ആ കുപ്പി കൂട്ടാതെ അതിന്റെ അകത്ത് കണ്ടന്റിന്റെ വില മാത്രം ഒരു 2 rupees അത്രയൊക്കെ വരുന്നുള്ളൂ. സോ അതാണ് ആക്ച്വലി എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയും. സോ ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് ഉള്ളത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. സോ ദിസ് ഫോക്കസ് ഓൺ അച്ചീവിങ് എക്കണോമീസ് ഓഫ് സ്കെയിൽ ക്യാൻ ബി ക്രൂഷ്യൽ ഫോർ കോമ്പറ്റേറ്റീവ് പ്രൈസിങ്. സോ അതുപോലെ ഈ ഒരുപാട് യൂണിറ്റ്സ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇതില് പ്രൈസ് അതിന്റെ യൂണിറ്റ് പ്രൈസ് കോസ്റ്റ് പെർ യൂണിറ്റ് കുറയ്ക്കാൻ പറ്റും. നോ നേരത്തെ പറഞ്ഞു ഇൻവെന്ററി മാനേജ്മെന്റിന്റെ കാര്യം പറഞ്ഞു അല്ലെ. അപ്പോൾ എഫിഷ്യന്റ് ഇൻവെന്ററി മാനേജ്മെന്റ് റെഡ്യൂസസ് ഹോൾഡിംഗ് കോസ്റ്റ്. ഇപ്പൊ ഹോൾഡിംഗ് കോസ്റ്റ് ഒക്കെ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഹോൾഡിംഗ് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും നമ്മൾ എഫിഷ്യന്റ് ആയിട്ടൊരു ഇൻവെന്ററി മാനേജ്മെന്റ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ. ഇപ്പൊ എന്താ പറയാ, എനിക്കൊരു സ്റ്റോർ റൂം ഉണ്ട്. ആ സ്റ്റോർ റൂമിന്റെ അകത്ത് ഞാൻ ഒരുപാട് സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു വെക്കുകയാണ്, ഈ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആയിക്കോട്ടെ, ഒരുപാടെണ്ണം വാങ്ങിച്ചു വെക്കുകയാണ്. പക്ഷെ ഞാൻ അതിനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതാണ് ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറയാം, ഞാനത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ചിലവാകും. സോ ആ ഒരു ചെലവുകൾ കുറയ്ക്കാൻ പറ്റും. അതാണ് എഫിഷ്യന്റ് ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറയും. സോ ഒബ്സോളസൻസ് ആൻഡ് വേസ്റ്റേജ്. ഒബ്സോളസൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് ക്ലാസ്സിൽ കണ്ടതാണ് അല്ലെ, സമയം കഴിയും തോറും അതിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. ആൻഡ് വേസ്റ്റേജ് ജസ്റ്റ് ഇൻ ടൈം ഒക്കെ നമുക്ക് ഓൾറെഡി കണ്ടതാണ്, ഇനിയും വരുന്നുണ്ട് നമ്മുടെ സിലബസിൽ. ജസ്റ്റ് ഇൻ ടൈം വരുന്നുണ്ട്. ജസ്റ്റ് ഇൻ ടൈം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു ജാപ്പനീസ് ഇതാണ്. നമ്മുടെ ടൊയോട്ട ഒക്കെ ജിറ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഡിമാൻഡിനനുസരിച്ച് കറക്റ്റ് പ്രോഡക്റ്റ് ഉണ്ടാക്കുക, അതിനാണ് ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത്. Just in time inventory system, for instance, aim to minimize inventory levels, thereby lowering the cost. അപ്പൊ ഈ പറഞ്ഞ ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറയുന്നതും ഒരു വലിയ ഒരു ഫാക്ടറാണ്. നമ്മൾ പറയുന്നത് കോസ്റ്റ് ഫോക്കസിനെ കുറിച്ചാണ്. കോസ്റ്റ് എങ്ങനെ കുറയ്ക്കാം, ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന് കോസ്റ്റ് എങ്ങനെ കുറയ്ക്കാം എന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ അതിൽ ഇൻവെന്ററി മാനേജ്മെന്റ് ഒരു വലിയ ഫാക്ടറാണ്. ദെൻ പ്രോസസ് ഒപ്റ്റിമൈസേഷൻ. സോ കൃത്യമായിട്ട് ഒപ്റ്റിമൈസ് ചെയ്ത് പ്രോസസ്സുകൾ ചെയ്യുക. പ്രോസസ്സ് പല രീതിയിൽ പ്രോസസ്സ് ചെയ്യാൻ പറ്റും അല്ലെ. ഇപ്പോ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ലെയ്ത്ത് മെഷീൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ CNC കമ്പ്യൂട്ടറൈസ്ഡ് ന്യൂമറിക്കൽ കൺട്രോൾ വെച്ചിട്ട് പറ്റും. ഇപ്പൊ ലെയ്ത്ത് വെച്ചിട്ട് ഞാൻ ചെയ്യുകയാണെങ്കിൽ അതിന് ടൈം ഒരുപാട് പിടിക്കുകയും ചെയ്യും. അതുപോലെ എനിക്കൊരാളിനെ വെക്കുകയും വേണം. അതേസമയം കമ്പ്യൂട്ടറൈസ്ഡ് ന്യൂമറിക്കൽ കൺട്രോൾ CNC മെഷീൻ ആണെങ്കിൽ അതിന് ഇനീഷ്യൽ കോസ്റ്റ് കൂടുതലാണ്. അതായത് ഞാനൊരു CNC മെഷീൻ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ അതിന്റെ ഇനിഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലാണ്. ചിലപ്പോൾ കോടിക്കണക്കിന് രൂപയായിരിക്കും ആ ഒരു മെഷീൻ. പക്ഷെ ആ ഒരു മെഷീന്റെ ലോങ് ടേം റണ്ണിൽ നമുക്ക് ആ ഒരു എന്താ പറയാ ആ ഒരു മുടക്ക് നമുക്ക് തിരിച്ചു കിട്ടും. സോ അതാണ് പ്രോസസ് ഒപ്റ്റിമൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രോസസ്സ് ചെയ്യുന്ന പ്രോസസ്സുകൾ എത്രയും ഈസി ആയിട്ട് അല്ലെങ്കിൽ എത്രയും ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യുന്നത്. Okay, streamlining process to eliminate inefficiencies and bottlenecks can significantly reduce the operational cost. Lean manufacturing techniques focus on waste reduction, like excess production, waiting times, and defects. So, lean manufacturing ഒക്കെ നമുക്ക് ഈ സിലബസിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മളത് കാണുന്നതായിരിക്കും. ലീൻ മാനുഫാക്ചറിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ അത് മെയിൻ ആയിട്ട് ഈ വേസ്റ്റ് റിഡക്ഷനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. എക്സസ് പ്രൊഡക്ഷൻ വളരെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വേസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ വെയിറ്റിംഗ് ടൈംസ്. ഇപ്പോൾ വെയിറ്റിംഗ് ടൈംസ് നമുക്കറിയാലോ. ഇപ്പോൾ പല മെഷീൻസ് ഉണ്ട്. ഒരു മെഷീൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വേറൊരു മെഷീൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ സ്പീഡ് കൂടുതലാന്ന് വെച്ചു. അപ്പോൾ ഇവിടെ സ്പീഡ് കൂടുതലാവുമ്പോൾ ഇവിടെ പെട്ടെന്ന് തന്നെ ഈ മെഷീൻ വർക്ക് ചെയ്ത് ഓരോ സാധനങ്ങൾ കൊണ്ടുവരും. ഇവിടെ സ്പീഡ് കുറവാണ്. അപ്പോൾ എന്താ ചെയ്യുക, ഇവിടുന്ന് വരുന്ന സാധനം ഒരുമിച്ച് നമുക്ക് അസംബിൾ ചെയ്യണം. ഇവിടെ സ്പീഡ് കൂടുതലായതുകൊണ്ട് ഇവിടുത്തെ പ്രോഡക്ട്സിന്റെ എണ്ണം കൂടും, ഇവിടുത്തെ പ്രോഡക്ട്സിന്റെ എണ്ണം കുറയുകയും ചെയ്യും. അപ്പൊ ഇവിടെ എന്താ പറയുക, ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വർക്കറായിരിക്കും നിൽക്കുക. സോ അവിടെ ഈ പറഞ്ഞ പോലെ വെയിറ്റിംഗ് ടൈം കൂടും. സോ അതിനാണ് വെയിറ്റിംഗ് ടൈം എന്ന് പറയാം. സോ അതുപോലത്തെ കാര്യങ്ങൾ കുറയ്ക്കുക, ഡിഫെക്ട്സ് കുറയ്ക്കുക. സോ അതൊക്കെയാണ് പ്രോസസ് ഒപ്റ്റിമൈസേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഔട്ട്സോഴ്സിങ്. സോ ഔട്ട്സോഴ്സിങ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു എക്സാമ്പിൾ, ഒരു ഓട്ടോമൊബൈൽ ഫീൽഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അതായത് നമ്മളൊരു വണ്ടി വാങ്ങുന്നത്, കാർ വാങ്ങുമ്പോൾ അതിനകത്തുള്ള ബാറ്ററി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബാറ്ററി ഇപ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ ആമറോൺ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനി ആയിരിക്കും. സോ ആമറോൺ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് ഇവർ ഔട്ട്സോഴ്സ് ചെയ്യുകയാണ്, എനിക്ക് ഇത്രയും ബാറ്ററി വേണം. അപ്പോൾ എന്താ പറയാ, ആ കമ്പനി ഇപ്പൊ ഹ്യുണ്ടായി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മാരുതി സുസുക്കി നിന്ന് ഈ പറഞ്ഞ ബാറ്ററി മാനുഫാക്ചർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെയും ടൈം കൂടുതൽ ആകും, പിന്നെ ഒരുപാട് എന്താ പറയാ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പറ്റും. അപ്പൊ ഇവരെന്താ ചെയ്യും, ഔട്ട്സോഴ്സ് ചെയ്യും. ഒരു കാര്യം ചെയ്യും,
എനിക്ക് ഇത്രയും വണ്ടികളുണ്ട്, ഇത്രയും വണ്ടികൾ ഞാൻ ഈ ഒരു ടൈം ഡ്യൂറേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അപ്പൊ എനിക്ക് ഇത്രയും ബാറ്ററി വേണം. അപ്പൊ നേരെ ആമറോൺകാർ ബാറ്ററി അവർക്ക് പ്രൊവൈഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, പിന്നെ നമുക്ക് വണ്ടിന്റെ ടയേഴ്സ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചെയ്യുന്നത് MRF ആണല്ലേ. MRF അല്ലെങ്കിൽ വേറെ പല മിഷലൻ ഏതെങ്കിലുമൊക്കെ ഒരുപാട് ടയേഴ്സ് ഉണ്ട്. MRF ആണ് നമ്മൾ കൂടുതലും ടയേഴ്സ് കാണുന്നത്. അപ്പോൾ അതുപോലെ ചില കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും കമ്പനി തന്നെ ചെയ്യാതെ ചില കാര്യങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യും. സോ may involve outsourcing certain processes to external vendors who can perform that at lower cost. അപ്പോൾ ഈ പറഞ്ഞ ഇപ്പൊ ടയർ മാനുഫാക്ചറിങ്, ഇത്ര ടയർ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MRFന് വളരെ സിമ്പിൾ ആയിട്ട് ലോവർ കോസ്റ്റിൽ അത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ മാരുതി സുസുക്കി തന്നെ സ്വന്തമായിട്ട് അവരുടെ ടയർ മാനുഫാക്ചർ ചെയ്യാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇൻവെസ്റ്റ്മെന്റ്, ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് അതിൽ ചെയ്യേണ്ടി വരും. അപ്പൊ ലോവർ കോസ്റ്റ് ആയിരിക്കില്ല അത് പുറത്തിറങ്ങുന്നത്. So enabling the company to focus on its core competencies while reducing operational expenses. So അതുപോലെ തന്നെ പല പാർട്സുകളും ഇതുപോലെ ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റും. Now, technology and automation. So ടെക്നോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ implementing advanced technology and automation can reduce labor cost and increase production speeds, leading to lower overall cost. അപ്പോൾ ഓട്ടോമേഷന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് റോബോട്ട്സിനെയാണ് ആദ്യം ഓർമ്മ വരുന്നത്. അപ്പോൾ ഇപ്പോഴൊക്കെ ഉള്ള, എനിക്ക് തോന്നുന്നു ചെന്നൈയിലാണ് നമ്മുടെ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ് ഒക്കെ കൂടുതലുള്ളത്. അപ്പോൾ ഒരു 2010, 2005 ആ ഒരു സമയത്തൊക്കെ നമ്മൾ കമ്പനി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആൾക്കാർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷെ ഇപ്പൊ ഹ്യുണ്ടായുടെ പുതിയ കമ്പനിയും ഈ പറഞ്ഞ പോലെ വേറെ എനിക്ക് തോന്നുന്നു മഹീന്ദ്രയുടെ കമ്പനിയൊക്കെ അവിടെ ഉണ്ട്. അവിടെ കൂടുതലും ഈ പറഞ്ഞ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം ഒരുപാട് അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റുകളിൽ അവർ കൊണ്ടുവന്ന് കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് വെറുതെ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാനുഫാക്ചറിങ് ഓഫ് കാർസ് ഒക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെന്നൈയിലെ പ്ലാന്റിന്റെ ഒക്കെ വീഡിയോസ് അവർ കിട്ടും. സോ അതിലൊക്കെ ഈ പറഞ്ഞ വെൽഡിംഗ് ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഈ പറഞ്ഞ സ്പോട്ട് വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന റോബോട്ട്സ് ആണ്. അതുപോലെ തന്നെ വണ്ടി പെയിന്റ് ചെയ്യാനുള്ള പെയിന്റിംഗ് ഒക്കെ ചെയ്യുന്നത് റോബോട്ട്സ് ആണ്. സോ അതുപോലെ ഓട്ടോമേഷൻ കൊണ്ടുകഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, ലേബർ കോസ്റ്റ് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. സോ അതും ഈ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ടെക്നോളജി ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. കോസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ഈ പറഞ്ഞ പോലെ റോബോട്ട്സിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ഇൻവെന്ററി മാനേജ്മെന്റ്, പ്രോസസ് ഒപ്റ്റിമൈസേഷൻ, അപ്പൊ ഇത്രയൊക്കെ രീതികളിലൂടെയാണ് നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിന്റെ കോസ്റ്റ് കുറച്ചുകൊണ്ടുവരുന്നത്. ഇനി കോസ്റ്റിനെ കുറിച്ച് പറഞ്ഞു, അടുത്തത് ക്വാളിറ്റിയാണ്. ക്വാളിറ്റി ഫോക്കസ് ഇൻ ഓപ്പറേഷൻസ് മാനേജ്മെന്റ്. ഇപ്പൊ കോസ്റ്റ് തീരെ കുറച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ക്വാളിറ്റിയും അതോടൊപ്പം കുറയും. ക്വാളിറ്റി കുറയാനും പാടില്ല, കോസ്റ്റ് അതേസമയം കുറഞ്ഞിരിക്കണം. കുറഞ്ഞിരുന്നു കഴിഞ്ഞാലും നമുക്ക് കമ്പനിക്ക് ലാഭമുണ്ട്. സോ ക്വാളിറ്റി ഫോക്കസ് എങ്ങനെയാണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്? സോ അതിലാദ്യത്താണ് ക്വാളിറ്റി അഷുറൻസ്. സോ എൻഷുറിംഗ് ദാറ്റ് products or services meet predefined quality standards is central to the operations management. Now, quality assurance processes include inspections, testing, and adherence to quality management system. Example ISO 9001. So, ഇതുപോലെ ചില ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുകളൊക്കെ ഉണ്ടാവും. സോ ആ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുകളെക്കാൾ താഴെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്ട്സിന് ഈ പറഞ്ഞ പോലെ ISO അംഗീകാരം മറ്റൊന്നും കിട്ടത്തില്ല. സോ അങ്ങനെ ഒരു പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ പറയും, ഓ ഇതിന് ISO അംഗീകാരം ഇല്ല, അല്ലെങ്കിൽ ഇതിന് ഇതില്ല എന്ന് പറഞ്ഞിട്ട് അവരതിനെ ഒഴിവാക്കി കളയും. സോ ഒരു മിനിമം ആ പറഞ്ഞ ഒരു ക്വാളിറ്റി നമ്മൾ ഈ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സും മറ്റുമൊക്കെ മീറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ക്വാളിറ്റി പ്രോഡക്ട്സ് ഉണ്ടാവണം. സോ അതാണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ക്വാളിറ്റി ഫോക്കസിലെ ആദ്യത്തെ കാര്യം, ക്വാളിറ്റി അഷുറൻസ്. ദെൻ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. സോ ഒരു ക്വാളിറ്റിയുള്ള സാധനം കൊടുത്തുകൊണ്ടിരിക്കുന്നു, വർഷങ്ങളായിട്ട് അത് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നു, അത് മാത്രം പോരാ. നമ്മൾ എന്താ പറയാ, അതിൽ എന്തായാലും ഫ്ലോസ്, എവിടെയെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഫ്ലോസ് ഉണ്ടാവും. സോ അതിനെ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരണം. ഭാവിയിൽ വരുന്ന സംഭവങ്ങൾക്ക് അങ്ങനെ ഒരു, ഇപ്പോൾ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു സെറ്റ് ഓഫ്, ഇപ്പോൾ ഒരു പുതിയതായിട്ട് ലോഞ്ച് ചെയ്തൊരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ അത് ഇറങ്ങി വന്ന് ഒരു ആദ്യത്തെ ഒരു ഫസ്റ്റ് ഫേസ് ലിഫ്റ്റ് വരുന്നതിന് മുമ്പ് അതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. സോ ആ പ്രശ്നങ്ങളുടെ ഫീഡ്ബാക്ക് എടുത്തു കഴിഞ്ഞിട്ട് രണ്ടാമത് വരുന്ന ഫേസ് ലിഫ്റ്റിൽ മിക്കവാറും ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ടായിരിക്കും വരുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് അല്ലെങ്കിൽ 6 Sigma നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെ കൈസൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു ജാപ്പനീസ് ടേം ആണത്. കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കേസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓൺ കണ്ടിന്യൂസ്ലി ഇംപ്രൂവിംഗ് പ്രോസസ് ടു എൻഹാൻസ് ക്വാളിറ്റി. So these methodologies aim to reduce defects, improve product reliability and increase customer satisfaction. So continuous improvement എന്ന് പറഞ്ഞ കാര്യം ഇപ്പം കസ്റ്റമേഴ്സിനോട് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സിന്റെ കാര്യമാണെങ്കിൽ അവരൊരു ഫീഡ്ബാക്ക് എടുക്കും. ഫീഡ്ബാക്ക് എടുത്തു കഴിഞ്ഞിട്ട് അവര് പിന്നെ അതിൽ റീ എഞ്ചിനീയറിംഗ് ചെയ്യും. എന്നിട്ട് രണ്ടാമത്തെ ഫേസ് ലിഫ്റ്റ് അല്ലെങ്കിൽ ആദ്യത്തെ ഫേസ് ലിഫ്റ്റ് കൊണ്ടുവരും വണ്ടിക്ക്. സോ അപ്പോൾ ആ പറഞ്ഞ പോലെ കസ്റ്റമേഴ്സിന്റെ ആ ഒരു ഇഷ്യൂസ് സോൾവ് ചെയ്തുകൊണ്ടായിരിക്കും വരുന്നത്.
സോ അതാണ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് എന്നുണ്ട്. അപ്പൊ അതോടൊപ്പം തന്നെ ക്വാളിറ്റി കൂടുകയും ചെയ്യും. ഇപ്പൊ ചില ആൾക്കാർക്ക് വണ്ടിക്കകത്തുള്ള ചില മെറ്റീരിയൽസ് റഫായിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും. സോ അതൊക്കെ മാറ്റണം എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ രണ്ടാമത്തെ ഫേസ് ലിഫ്റ്റിൽ കുറച്ചുകൂടി ഇംപ്രൂവ് ആയിട്ടുള്ള ഒരു ഇതായിരിക്കും വരുന്നത്. നോ കസ്റ്റമർ ഫോക്കസ്. കസ്റ്റമർ ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് ലീഡ് ടു ഇൻക്രീസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, repeat business and customer loyalty. Then operations management focuses on understanding customer needs and ensuring that products meet or exceed those expectations. സോ ഈ ഒരു സമയത്താണ് നമ്മൾ ഈ ഫീഡ്ബാക്ക് എടുക്കുന്നത്. കസ്റ്റമർ ഫോക്കസ് ചെയ്യുമ്പോഴാണ് ഫീഡ്ബാക്ക്. നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ, നമ്മൾ ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്ന ശേഷം അവരോട് തന്നെ നമ്മൾ ഒരു എന്താ ക്വസ്റ്റ്യനെയർ കൊടുക്കുകയാണ്. ഇതിന്റെ എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം, ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ഫ്ലോസ്, എന്തൊക്കെയാണ് ഇതിന്റെ പ്രശ്നങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കും. അതൊക്കെ എഴുതി വാങ്ങിക്കുക. അതിനെ കുറിച്ചൊരു സ്റ്റഡി നടത്തി കഴിഞ്ഞിട്ട് രണ്ടാമത് വരുന്ന ആ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം എന്താ പറയുക സോൾവ് ചെയ്തുകൊണ്ടായിരിക്കും. ദെൻ സപ്ലയർ ക്വാളിറ്റി മാനേജ്മെന്റ്. എന്താണ് സപ്ലയർ ക്വാളിറ്റി? സപ്ലയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സപ്ലൈ ചെയ്യുന്നത്? റോ മെറ്റീരിയൽസ് ആണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ആ റോ മെറ്റീരിയൽസ് ഇപ്പം വില കുറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് റോ മെറ്റീരിയൽസ് വാങ്ങിച്ച് അതിനെ കുറഞ്ഞ വിലയിൽ മാർക്കറ്റിൽ നമ്മൾ പ്രൊഡക്റ്റ് ആക്കി വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം വരാൻ പോകുന്നത് ആ ക്വാളിറ്റി കുറഞ്ഞ ഒരു റോ മെറ്റീരിയൽ ആണെങ്കിൽ അതേ ക്വാളിറ്റി തന്നെയായിരിക്കും മിക്കവാറും ഈ പറഞ്ഞ പ്രോഡക്റ്റിനും ഉണ്ടാവുക. ഈ പ്രോഡക്റ്റ് നല്ല പ്രോസസ് ആയിരിക്കും ചെയ്തു വരുന്നത്, പ്രോസസ് എല്ലാം നല്ല അടിപൊളിയായിരിക്കും, എല്ലാം നല്ല പക്കയായിരിക്കും. പക്ഷെ അതിന്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്ന സാധനം മോശമാണെന്നുണ്ടെങ്കിൽ ഫൈനൽ പ്രൊഡക്റ്റും മോശം തന്നെയായിരിക്കും. എൻഷുറിംഗ് ദാറ്റ് സപ്ലയേഴ്സ് പ്രൊവൈഡ് മെറ്റീരിയൽസ് ഓർ കമ്പോണന്റ്സ് ദാറ്റ് മീറ്റ് quality standard is crucial. So operations management involves working closely with the suppliers to ensure consistency in quality. Okay. Now, employee training and involvement. പിന്നെ ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ എന്താ പറയാ നമ്മുടെ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ എംപ്ലോയി ട്രെയിനിങ് ആൻഡ് ഇൻവോൾവ്മെന്റ് എന്നുള്ള കാര്യം. സോ ഈ പറഞ്ഞ പോലെ എന്താ പറയാ ക്വാളിറ്റി കൂട്ടണമെങ്കിൽ ഈ പറഞ്ഞ എംപ്ലോയീസിനും അതേപോലെ തന്നെ ഒരു നല്ല എന്താ പറയാ സ്കിൽസ് ഉണ്ടാവും. സോ ആ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ എംപ്ലോയി ട്രെയിനിങ് ആൻഡ് ഇൻവോൾവ്മെന്റ് ഒരു ഫാക്ടറാണ്. സോ ഫോക്കസ് ഓൺ ക്വാളിറ്റി ഇൻ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഇൻക്ലൂഡ്സ് ഇൻവെസ്റ്റിംഗ് in employee training and encouraging a culture of quality throughout the organization. So empowering employees to identify and address quality issues can lead to better outcomes. സോ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഇത് വായിച്ചു നോക്കിയാൽ നമുക്കറിയാം, empowering employees to identify and address quality issues can lead to better outcomes. സോ ഈ പറഞ്ഞ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും എംപ്ലോയീസിനും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള സജഷൻസും മറ്റുമൊക്കെ ഉണ്ടാവും. സോ അതെല്ലാം കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് അത് അഡ്രസ് ചെയ്യാനുള്ള ഒരു ഇത് കൊടുത്ത് ഒരു അവസരം കൊടുത്ത് കൂടുതൽ എന്താ പറയാ ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. ദെൻ എറർ പ്രിവെൻഷൻ. സോ എറർ പ്രിവെൻഷനിൽ പൊക്കായൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ പഴയ സിലബസ് വെച്ച് പഠിച്ചായിരുന്നു. പൊക്കായൊക്കെ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, എറർ പ്രിവെൻഷനെ തന്നെയാണ്, അല്ലെങ്കിൽ മിസ്റ്റേക്ക് പ്രൂഫിംഗ് എന്ന് പറയും. സോ ഇംപ്ലിമെന്റ് മിസ്റ്റേക്ക് പ്രൂഫിംഗ് പൊക്കായൊക്കെ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ടേമാണ് ആൻഡ് ഫോക്കസിങ് ഓൺ എറർ പ്രിവെൻഷൻ rather than correction. സോ ഒരു സംഭവം തെറ്റുണ്ടാവുന്നതിന് മുന്നേ തന്നെ തെറ്റുണ്ടാവാതിരിക്കാൻ നോക്കുന്നതാണ് ഈ പൊക്കായൊക്കെ എന്ന് പറയുന്നത്. സിഗ്നിഫിക്കന്റ്ലി എൻഹാൻസ് ദ ക്വാളിറ്റി ബൈ ഡിസൈനിങ് പ്രോസസ്സസ് ദാറ്റ് പ്രിവെന്റ് എറേഴ്സ് ഫ്രം ഒക്കറിംഗ്. The overall quality is improved. So ഇതൊക്കെയാണ് നമ്മുടെ ക്വാളിറ്റി. നമ്മളിപ്പം പറഞ്ഞത് കോസ്റ്റ് ആൻഡ് ക്വാളിറ്റി ഫോക്കസ് ഓൺ എന്താ പറയാ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആണ്. ഇത് കോസ്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അതിനുശേഷം ക്വാളിറ്റി എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, ഇനി ബാലൻസിങ് കോസ്റ്റ് ആൻഡ് ക്വാളിറ്റി. സോ ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി. അതായത് ഈ പറഞ്ഞ പോലെ കോസ്റ്റ് തീരെ കുറയാനും പാടില്ല, കോസ്റ്റ് തീരെ കൂടാനും പാടില്ല. എന്താ പറയാ കോസ്റ്റ് തീരെ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ക്വാളിറ്റി കുറഞ്ഞിരിക്കുമെന്ന് നമുക്കറിയാം. കോസ്റ്റ് തീരെ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിക്ക് ലാഭവും ഉണ്ടാവില്ല. ദെൻ ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഹൈ ക്വാളിറ്റി ഒന്നും പറയുന്നില്ല, ബട്ട് എന്നാലും ഒരു മിനിമം സ്റ്റാൻഡേർഡ്സ്, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. സോ അതിന് മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്വാളിറ്റി വേണ്ടി വരും. സോ അതിൽ പറയുന്നതാണ് ആദ്യത്തിന് ട്രേഡ് ഓഫ്സ്. എന്താണ് ട്രേഡ് ഓഫ്സ്? സോ വൈൽ ഫോക്കസിംഗ് ഓൺ കോസ്റ്റ് റിഡക്ഷൻ ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു എൻഷുർ ദാറ്റ് ദ ക്വാളിറ്റി ഡസ് നോട്ട് സഫർ. So there is often a trade-off between the cost and quality, and operations management aims to find the optimal balance that aligns with the organization's strategy and customer expectations. വേറൊന്നുമല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഇത് കോസ്റ്റ് വളരെ കുറയാനും പാടില്ല, വളരെ കൂടാനും പാടില്ല. ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു മിനിമം സ്റ്റാൻഡേർഡ് മേക്ക് ചെയ്യാൻ വേണം. സോ ഇതിനെ കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് വെക്കണം. സോ അതിനാണ് ട്രേഡ് ഓഫ്സ് എന്ന് പറയുന്നത്. ദെൻ വാല്യൂ എഞ്ചിനീയറിംഗ്. എനിക്ക് തോന്നുന്നു മുമ്പ് നമ്മളൊരു MCQ നോക്കിയപ്പോൾ വാല്യൂ എഞ്ചിനീയറിംഗ് എന്താണെന്ന് നമ്മൾ ജസ്റ്റ് നോക്കിപ്പോയി. So this approach focuses on improving the value of the product by either increasing its function or reducing its cost without compromising on quality. So value engineering helps in maintaining quality by optimizing the cost. Value engineering എന്ന് പറയുന്നത്
ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒപ്റ്റിമൈസിങ് ദ കോസ്റ്റ് തീരെ കുറയ്ക്കാനും പാടില്ല, തീരെ കൂട്ടാനും പാടില്ല. സോ അതിന്റെ ഇടയിൽ നിർത്തി കമ്പനിക്ക് ലാഭം ഉണ്ടാവുന്ന രീതിയിൽ ആക്കി വെക്കുന്നതിനാണ് വാല്യൂ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ദെൻ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ് അല്ലെങ്കിൽ TCO. അപ്പൊ TCO എന്ന് പറയുന്നത് നമ്മൾ ഈ എന്താ പറയാ ലോങ് ടേം റണ്ണിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഇൻ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഡിസിഷൻസ് ആർ ഓഫൻ മെയ്ഡ് ബേസ്ഡ് ഓൺ ദ TCO, which considers not just the initial cost but also the long-term cost associated with maintenance, quality and life cycle performance. So ഇപ്പൊ ഒരു പ്രോഡക്റ്റ് ആദ്യം ഉണ്ടാക്കുന്ന സമയത്ത് അതിനൊരു ചെലവുണ്ടാവും അല്ലെ. അത് എന്ന് പറയുന്നത് ആ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്ന് പറയുന്നത് കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഒരു ലോങ് ടേം റണ്ണിൽ മാത്രമേ നമുക്കതിനെ കുറച്ചൊരു ലാഭത്തിലോട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ, ചെയ്തെടുക്കാൻ പറ്റും. നമ്മള് കൊച്ചി മെട്രോ ഒക്കെ തന്നെ ആദ്യം തുടങ്ങി കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ കേട്ടുമല്ലോ, ഇത്രയും കൊല്ലം ഇത് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ഇത് ലാഭത്തിലാവൂ എന്നുള്ള കാര്യം. സോ ഈ ടോട്ടൽ കോസ്റ്റ് ഓണർഷിപ്പ് എന്ന് പറയുന്നത് ആ മൊത്തത്തിലുള്ള ഒരു കാര്യം എടുക്കുമ്പോഴാണ് ലോങ് ടേം കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് മെയിൻ്റനൻസ്, ക്വാളിറ്റി ആൻഡ് ലൈഫ് സൈക്കിൾ പെർഫോമൻസിനെയാണ് ടോട്ടൽ കോസ്റ്റ് ഓണർഷിപ്പ് എന്ന് പറയുന്നത്. നോ, പിന്നെ നമ്മുടെ സിലബസിൽ പറയുന്നതാണ് പ്രോഡക്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രൊഡക്ഷനിലോട്ട് എത്തുന്നതിന് മുമ്പേ ആദ്യം ഡിസൈൻ എന്ന് പറഞ്ഞൊരു സംഭവത്തിലോട്ടാണ് പോകുന്നത്. അപ്പൊ എന്താണ് അത്? പ്രോഡക്റ്റ് ഡിസൈൻ ഇസ് ദ പ്രോസസ് ഓഫ് ഐഡിയേറ്റിംഗ്, ഡെവലപ്പിംഗ് ആൻഡ് റിഫൈനിങ് products that meet specific market needs and solve user problems. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ അത് ആരെയാണ് കൃത്യമായിട്ട് എയിം ചെയ്യുന്നത്? അത് എന്താ പറയാ ഏജ് ഗ്രൂപ്പ്, ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ്സ് ഉണ്ട്. കിഡ്സിനെയാണോ എയിം ചെയ്യുന്നത്, ഈ പറഞ്ഞ പോലെ ടീനേജേഴ്സിനെ ആണോ, അല്ലെങ്കിൽ ഒരു 30s 40s അതിലുള്ള ആൾക്കാരെയാണോ, അല്ലെങ്കിൽ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരെയാണോ? സോ അത് എന്നുള്ളൊരു കാര്യം, ഏത് സ്പെസിഫിക് മാർക്കറ്റിനെ നമ്മൾ എയിം ചെയ്താണ് ആ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നുള്ള കാര്യം ഒരു ഐഡിയ നമുക്ക് വേണം ആദ്യം ഡിസൈൻ ചെയ്യുന്നതിന് മുന്നേ. Then product design is typically handled by both product managers and product designers, where the product managers will create a product development strategy and product designers will lead design teams to translate product features into great user experience through testing and iterations. So ഇവിടെ രണ്ട് ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട്, പ്രോഡക്റ്റ് മാനേജേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഡിസൈനേഴ്സും ഉണ്ട്. അപ്പം ആദ്യം വർക്ക് ചെയ്യുന്നത് ഈ പ്രോഡക്റ്റ് മാനേജേഴ്സ്. അപ്പൊ പ്രോഡക്റ്റ് മാനേജേഴ്സിന് അറിയാം എന്തൊക്കെയാണ് ഏത് ഏജ് ഗ്രൂപ്പിലെ ആൾക്കാർക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യം. സോ അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ഇവർ നടത്തും. അത് കഴിഞ്ഞിട്ട് നേരെ പ്രോഡക്റ്റ് ഡിസൈനേഴ്സിനോട് അടുത്ത് പോകും. പ്രോഡക്റ്റ് ഡിസൈനേഴ്സിനടുത്ത് പോയിട്ട് അവരോട് പറയും ഇന്ന കാര്യങ്ങളൊക്കെയാണ് വേണം, ഇന്ന കാര്യങ്ങളാണ് മാർക്കറ്റിലെ ഡിമാൻഡും കാര്യങ്ങളും. സോ അതനുസരിച്ചിട്ട് പ്രോഡക്റ്റ് ഡിസൈനേഴ്സ് എന്ത് ചെയ്യും, മാർക്കറ്റിന് വേണ്ട അല്ലെങ്കിൽ ഈ പറഞ്ഞ യൂസേഴ്സിന് ആവശ്യമുള്ള ഫീച്ചേഴ്സ് പ്രോഡക്ട്സിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അവർ പുതിയ പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യും. സോ അതാണ് നമ്മുടെ product design എന്ന് പറയുന്നത്. So this level of development, testing and iteration helps create products that delight customers by defining product and business goals and anticipating market opportunities and user needs. So ഇവിടെ ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കി. ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇപ്പൊ ഓൾറെഡി ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഈ പറഞ്ഞ ഹോളിക്സിന്റെ കാര്യം തന്നെ എടുക്കാം. ഇപ്പൊ ബൂസ്റ്റ് ഹോളിക്സ് എടുക്കാം. അപ്പം ഹോളിക്സിന് ഒരു എന്താ പറയുക ഒരു ഫ്ലേവർ ഉണ്ടാവും. ആദ്യം ഇറക്കിയ സമയത്ത് ഒരേ ഒരു ഫ്ലേവർ അതിനുണ്ടായിരുന്നു. ബൂസ്റ്റിന് ഒരു ഫ്ലേവർ തന്നെ ഉള്ളൂ. സോ അതുപോലെ തന്നെ കോമ്പറ്റീറ്റീവ് ആയിട്ട് വേറെയും കുറെ ഇതുപോലെ ഹെൽത്ത് ഡ്രിങ്ക്സുകൾ വേറെയും വന്നു. അപ്പൊ അതിനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് പല ഫ്ലേവറിലുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ അങ്ങനെ പല ഫ്ലേവറിലുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ പ്രോഡക്റ്റ് മാനേജേഴ്സ് ഉണ്ടാവും, അവർക്ക് ഇതിനെക്കുറിച്ച് ഐഡിയ ഉണ്ടാവും. സോ അവര് ആ ഒരു എന്താ പറയാ ഏത് ഏജ് ഗ്രൂപ്പ് ഏതാണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ അവര് ഒരു സ്റ്റഡി നടത്തി കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഹോളിക്സിന്റെ ഇതാണെങ്കിൽ അവരോട് പറയും ഓക്കെ ഹോളിക്സ് ആണെങ്കിൽ ഷുഗർ ഫ്രീ ആവശ്യമുണ്ട്, കാരണം പ്രായമുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരു ഡിമാൻഡ് ഉണ്ട്, വേറെ കമ്പനി അത് ഇറക്കുന്നുണ്ട്, അപ്പൊ നമുക്കും അത് ഇറക്കിയേ പറ്റൂ. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള പല ഫ്ലേവേഴ്സ് ഉണ്ടാവും. സോ അതിലെ ഫ്ലേവേഴ്സ് പല ഫ്ലേവേഴ്സ് മാറ്റി ഇറക്കും. സോ അവിടെയാണ് ഈ പ്രോഡക്റ്റ് ഡിസൈൻ എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നത്. അപ്പൊ പ്രോഡക്റ്റ് മാനേജേഴ്സും പ്രോഡക്റ്റ് ഡിസൈനേഴ്സും കൂടിയാണ് അത് ചെയ്യുന്നത്. ഇനി അടുത്തൊരു സാധനം നമ്മുടെ സിലബസിലുള്ളത് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്, NPD എന്ന് പറയും. സോ ചിലപ്പോൾ ക്വസ്റ്റ്യനിലൊക്കെ NPD എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരിക്കും. സോ അതിന്റെ ഫുൾ എന്ന് പറയുന്നത് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് എന്നാണ്. അപ്പൊ എന്താണ് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? അപ്പോൾ ഇറ്റ്സ് എ സെറ്റ് ഓഫ് ഡിസൈൻ, എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് പ്രോസസ്സസ് ദാറ്റ് കമ്പൈൻ ടു ക്രിയേറ്റ് ആൻഡ് ലോഞ്ച് ന്യൂ പ്രോഡക്റ്റ് ടു മാർക്കറ്റ്, റൈറ്റ്? അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കടകൾ ഞാൻ പറയുകയാണ്. വെസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞൊരു ഈ പറഞ്ഞ പോലെ ഈ ഡ്രസ്സൊക്കെ വിൽക്കുന്ന ഒരു കടയാണ് വെസ്റ്റ് സൈഡ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സിറ്റിയിലൊക്കെ പോയി കഴിയുമ്പോൾ വെസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ടാവും. ഒരു 2005-10 ആ ഒരു സമയത്തൊക്കെ ഒരുപാട് ഷോപ്സ് അതിന്റെ വന്നിരുന്നു. അപ്പോൾ നമ്മള് 2010 2015 ആ ഒരു സമയത്ത്
അപ്പൊ വെസ്റ്റ് സൈഡിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെയൊക്കെ വില, ഓരോ ഡ്രസ്സുകളുടെ വില എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലായിരിക്കും. അപ്പൊ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇറങ്ങിപ്പോവും. നമ്മൾ കൂടുതൽ സാധനങ്ങളൊന്നും അതിന് വാങ്ങില്ല. അപ്പൊ അതിന്റെ വില അത്രയും കൂടി കിടക്കുന്നതുകൊണ്ട് നമ്മൾ എന്താ പറയാ, ഒന്നും പർച്ചേസ് ചെയ്യത്തില്ല. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഒരു കട കാണും, സുഡിയോ എന്ന് പറഞ്ഞിട്ട്, ZUIDO, സുഡിയോ എന്ന് പറഞ്ഞിട്ട്. പല സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. പരസ്യമൊന്നും അവർ ചെയ്യുന്നില്ല. പക്ഷെ സ്റ്റുഡിയോയുടെ ഷോപ്പിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഡ്രസ്സുകൾ നമുക്ക് കിട്ടും, പുതിയ പ്രോഡക്ട്സ് ഉണ്ടാവും. പുതിയ എന്താ പറയാ, കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും, വലിയ കോസ്റ്റും അല്ല, അത്യാവശ്യം ക്വാളിറ്റി, നല്ല ക്വാളിറ്റി ഉണ്ടാവും. ഇത് രണ്ടും ഈ പറഞ്ഞ വെസ്റ്റ് സൈഡും സ്റ്റുഡിയോയും ടാറ്റയുടെ കമ്പനിയാണെന്ന് ഞാൻ റീസെന്റ് ആയിട്ട് അറിഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പൊ പലരും അറിഞ്ഞിരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് ആക്ച്വലി അവർ പരസ്യം ചെയ്യുന്നില്ല, ടാറ്റയുടേതാണ് സ്റ്റുഡിയോ എന്ന് പറയുന്നില്ല. ബട്ട് അത് ആക്ച്വലി അവര് സൈലന്റ് ആയിട്ട് ഒരു ന്യൂ പ്രോഡക്റ്റിനെ കൊണ്ടുവരികയാണ്. ഇപ്പൊ സ്റ്റുഡിയോ എന്ന് ഇപ്പൊ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ആൾക്കാർക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഇത്ര വിലയ്ക്ക് സാധനം കിട്ടും എന്ന് നമുക്കറിയാം. സോ അതിനെയാണ് നമ്മൾ ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയാം. So unlike regular product development, new product development is specifically about developing a brand new idea and seeing it through the entire product development process, culminating a new product. So ഇവിടെ നമുക്ക് ടാറ്റ ചെയ്തത് എന്താണ്, ടാറ്റ സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു കമ്പനി നമ്മുടെ മുന്നിലോട്ട് കൊണ്ടുവന്നു, അല്ലെ? അപ്പൊ ഇത് പലർക്കും അറിയില്ല, സ്റ്റുഡിയോ എന്ന് പറയുന്നത് ടാറ്റയുടെ കീഴിലുള്ള ഒരു ഷോപ്പാണ് എന്നുള്ളൊരു കാര്യം. സോ അതിനെയാണ് നമ്മൾ ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇൻ ടുഡേസ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്, the ability to offer products that meet customers needs and expectations has never been more important. സോ നേരത്തെ ഞാൻ പറഞ്ഞ ആ എക്സാമ്പിൾ വെസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഇവർ ആക്ച്വലി ഒരു ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നതാണ്. പക്ഷെ അതിന്റെ പ്രൈസ് വളരെ കൂടുതലായതുകൊണ്ട് ഈ വെസ്റ്റ് സൈഡ് എന്ന് പറയുന്ന ഈ കട കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അങ്ങോട്ട് കയറാൻ തോന്നും. അതേസമയം സ്റ്റുഡിയോ എന്ന് പറയുന്ന പുതുതായിട്ട് വന്ന ടാറ്റയുടെ ഈ പറഞ്ഞ ഷോപ്പ് എന്ന് പറയുന്നത് നല്ല എന്താ പറയാ, റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് പോയിന്റിൽ നമുക്ക് ഡ്രസ്സസ് വാങ്ങാൻ പറ്റുന്നത് കൊണ്ട് നമ്മൾ അവിടെ കയറി പോകും. അതുപോലെ തന്നെ അവർ ടാർഗറ്റ് ചെയ്യുന്നത് ടീനേജേഴ്സിനെയാണ്. നമുക്ക് സ്റ്റുഡിയോയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നല്ല പ്രായമുള്ള ആൾക്കാർ കയറി കഴിഞ്ഞാൽ അവർക്ക് ഡ്രസ്സ് ഒന്നും ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ടീനേജേഴ്സിനെയും കൊച്ചുകുട്ടികളെയൊക്കെ എയിം ചെയ്തുകൊണ്ട് അവർ ഇറക്കിയ കുറച്ച് പ്രോഡക്ട്സ് ആണ് ഈ പറഞ്ഞ സ്റ്റുഡിയോ. Then customer requirement behaviors, technology and competition are changing rapidly, and business cannot rely on existing products to stay ahead of the market. So they need to innovate, and that means developing and successfully launching new products. സോ ഈ പറഞ്ഞ ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റിന്റെ ഒരു കാര്യം, ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് പറയുകയാണെങ്കിൽ, നമുക്ക് നമ്മുടെ ഇപ്പൊ ഓട്ടോമൊബൈൽ ഫീൽഡിലോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരേ രീതിയിലെ കാറുകളായിരുന്നു, അല്ലെ? സെഡാൻ ആദ്യം നമുക്ക് ഹാച്ച് ബാക്ക് വന്നു, അതിനുശേഷം സെഡാൻ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ സെഡാൻ വാങ്ങി തുടങ്ങി. സെഡാനൊക്കെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മഹീന്ദ്ര കുറെ SUVs പോലത്തെ വണ്ടികൾ കൊണ്ടുവന്നു, സ്കോർപിയോ വന്നു. അതുപോലെ തന്നെ ഹ്യുണ്ടായി ആദ്യം സാൻഡ്രോ കൊണ്ടുവന്നു, പിന്നെ എക്സെന്റ് കൊണ്ടുവന്നു. അതുപോലെ കുറച്ച് എന്താ പറയുക, സെഡാനുകൾ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് അവർ ക്രൈറ്റയിലോട്ട് മാറി. ഇപ്പൊ മെയിൻ ആയിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്രൈറ്റയാണ്. അതുപോലെ തന്നെ അതിന്റെ തന്നെ ഒരു ബ്രദർ കമ്പനി ആയിട്ടുള്ള കിയയും വന്നിട്ടുണ്ട്, സൾട്ടോസും കൊണ്ട്. അപ്പോൾ സൾട്ടോസും പിന്നെ അവർക്കുള്ള സോണിട്ടും മറ്റും ഒക്കെ ഉണ്ട്. സോ അതെല്ലാം ഒരു അതിന്റെയൊക്കെ മേക്ക് എന്ന് പറയുന്ന ഒരു SUV പോലത്തെ ഒരു മോഡലാണ്, അല്ലെ? സോ ആ SUV നമുക്കിപ്പോ കഴിഞ്ഞ മാസത്തെ നമ്മളൊരു സെയിൽസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാധാരണ വിൽക്കപ്പെടുന്ന വണ്ടി എന്ന് പറയുന്നത് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ആണ്. അതിനെയും കടത്തി വെട്ടിക്കൊണ്ട് 17,000 പ്രോഡക്ട്സ് ഹ്യുണ്ടായുടെ ക്രൈറ്റ വിറ്റുകൊണ്ട് വന്നു, അല്ലെ? അപ്പം SUVസിനോടുള്ള ആൾക്കാരുടെ ആ ഒരു ഇഷ്ടം അവർ ആക്ച്വലി കമ്പനി മനസ്സിലാക്കിക്കൊണ്ട് അവർ പുതിയ പ്രോഡക്റ്റ് കൊണ്ടുവന്നു, അതിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നപ്പോൾ അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു തുടങ്ങി. സോ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് റീസെന്റ് ആയിട്ട് കഴിഞ്ഞ ആഴ്ച 2 വണ്ടികളുടെ ടീസർ നമ്മൾ കണ്ടു കാണും. SUV കൂപ്പേ എന്ന് പറഞ്ഞിട്ട് 2 മോഡൽസ്. ഒരെണ്ണം സിത്രോൺ എന്ന് പറഞ്ഞ ഒരു ഫ്രഞ്ച് കമ്പനിയാണ് സിത്രോണിന്റെ ഒരു മോഡൽ ഇപ്പൊ ഇറങ്ങിയിരിക്കും, ബസാൾട്ട് എന്ന് പറഞ്ഞിട്ട്. സോ ജസ്റ്റ് അത് ലോഞ്ച് ചെയ്തിട്ടില്ല, ലോഞ്ച് ചെയ്യാൻ പ്രീ ബുക്കിംഗ് എന്തോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ഓപ്പണിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 7.9 അല്ലെങ്കിൽ 8 lakhs ആണ്. അതൊരു SUV കൂപ്പേ എന്നുള്ള രീതിയിൽ, കൂപ്പേ ഡിസൈൻ, പുതിയൊരു ഡിസൈൻ ആണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. സോ അത് നമുക്ക് ഈ ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റിൽ പറയാം. സോ അതുപോലെ തന്നെ ടാറ്റക്കാർ വെറുതെ ഇരുന്നു ഇല്ല, അവരും വെറുതെ ഇരുന്നില്ല. അവർ ടാറ്റ കർവ് എന്ന് പറഞ്ഞിട്ട് ഒരു വണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ EVയുടെ നമ്മൾ കണ്ടായിരുന്നത് 17 lakhs ആണ് അതിന്റെ ഒരു പ്രൈസ് ഒക്കെ പറഞ്ഞത്. അത് EV ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ ഈ പറഞ്ഞ പോലെ അവർക്ക് ഡീസൽ വേരിയന്റും പെട്രോൾ വേരിയന്റും ഉണ്ട്. സോ അത് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന്റെ വില എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ സിത്രോണിന്റെ ബസാൾട്ട് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൈസിംഗ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്, 8 lakhs. അപ്പൊ ആ ഒരു 8 to 9 lakhs അല്ലെങ്കിൽ 10 lakhsന്റെ ഇടയിൽ കർവ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കർവ് ഒരുപാട് വിറ്റു. കാരണം ടാറ്റ നമുക്ക് അറിയാവുന്ന ഒരു സാധനമാണ്. പക്ഷെ ഈ ഫ്രഞ്ച് കമ്പനിയിലുള്ള സിത്രോൺ പുതുതായിട്ട് വന്ന ഒരു കമ്പനിയാണ്. അപ്പൊ C3 എയർക്രോസ്, C2 അങ്ങനെ കുറച്ച് വണ്ടികൾ അവർ ആക്ച്വലി ഇറക്കിയിട്ടുണ്ടെങ്കിലും അത് അത്ര സക്സസ്ഫുൾ അല്ല. സോ അതാണ് ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റിനെ കുറിച്ച് പറയാനുള്ളത്. സോ ഇനി നമുക്ക് SUVs വിട്ട് കഴിഞ്ഞിട്ട് ആൾക്കാർ നേരെ സ്പോർട്സ് കൂപ്പയിലോട്ട്.
സ്പോർട്സ് കൂപ്പെ ഹിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വേറെയും കമ്പനീസ് ഇതുപോലെ സ്പോർട്സ് കൂപ്പെ ഡിസൈനിൽ വരും. നമുക്ക് ഓൾറെഡി സ്പോർട്സ് കൂപ്പെ ഉള്ള വണ്ടികൾ ഈ പറഞ്ഞ ബെൻസിനുണ്ടെന്ന് തോന്നുന്നു, BMW ഉണ്ടെന്ന് തോന്നുന്നു. സോ അതൊക്കെ പ്രീമിയം റേഞ്ച് കാർസ്. ഓക്കെ, സോ അതാണ് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റിനെ കുറിച്ച് പറയാം. നോ, എന്താണ് ആക്ച്വലി ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്? സ്റ്റേ അപ്ഡേറ്റഡ് വിത്ത് ന്യൂ ടെക്നോളജി ആൻഡ് ട്രെൻഡ്സ്. സോ ട്രെൻഡ് എങ്ങനെയാണ് എന്നറിഞ്ഞിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ നിസാൻ ബസാൾട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ടാറ്റയുടെ കർവ്, നിസാൻ ബസാൾട്ട് അല്ല സോറി, സിത്രോൺ ബസാൾട്ട് അല്ലെങ്കിൽ ടാറ്റയുടെ കർവ്. അപ്പൊ ആ ഒരു എന്താ പറയാ SUV കൂപ്പെ ആൾക്കാർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രെൻഡ് മാറി കിട്ടും അല്ലെ. Beat the competition with the creative solutions and offer more products and find new stream of revenue. Adapt to changing customer needs. Then use resources more efficiently and improve your brand's image, grow your business and ensure sustainability. അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് പരീക്ഷ 2024 ഒക്ടോബർ 30 നടക്കാനിരിക്കുകയാണ്. ഇനിയും പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്ക് സമൃദ്ധിയുടെ പ്രതീകമായ ഈ ചിങ്ങമാസത്തിൽ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താലോ? അതിനായി ടെക് PSC ഒരുക്കുന്നു അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ. ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് മുൻവർഷങ്ങളിലെ വിജയികളെ സമ്മാനിച്ചിട്ടുള്ള കേരളത്തിലെ തന്നെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ. ഫുൾ സിലബസ് ബേസ്ഡ് ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും. ഫുൾ സിലബസ് ബേസ്ഡ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്. 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. 20ഓളം ഫീഡ്ബാക്കോട് കൂടിയ PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ, ലൈവ് ഇന്ററാക്ഷൻസ്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് മറ്റൊരു സന്തോഷ വാർത്തയും കൂടി. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ ടെക് PSCയുടെ ഓഫർ പ്രൈസിലൂടെ ടെക് PSC സബ്സ്ക്രൈബേഴ്സിന് ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാം വെറും 2999 രൂപയ്ക്ക്. ഇന്ന് തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.